ഈ പ്രഭാതത്തിൽ വിലാപങ്ങളുടെ പുസ്തകത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നു, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുകയില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല. ഈ നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. നമ്മെ എപ്പോഴും ഓർമ്മിക്കാനായി നമ്മുടെ പേരുള്ളം കയ്യിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവം, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ലെന്ന് പറഞ്ഞ് നമ്മെ ആശ്വസിപ്പിക്കുന്ന കർത്താവ് ഈ തിരുവോസ്തിയിൽ എഴുന്നള്ളിയിരിക്കുന്നു. കർത്താവ് എത്രയോ നല്ലവനാണെന്ന് രുചിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്ന കുദാശയാണ് വിശുദ്ധ കുർബാന. നാം നമ്മെ തന്നെ സ്നേഹത്തിൽ അവിടുത്തേക്ക് നൽകാനും വിശുദ്ധ കുർബാന സ്വീകരണം വഴി അവിടുത്തോട് ഐക്യപ്പെടാനും വേണ്ടിയാണ് അവിടുന്ന് ദിവ്യകാരുണ്യമായത്. ഈ ദിവ്യകാരുണ്യപ്പം ഒരു സാന്നിധ്യമാണ്. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ലെന്ന് ഉറപ്പനൃത്തമാക്കുന്നു. എന്നും നമ്മുടെ ഇടയിൽ സഖാരിയിലും ജീവിതത്തിലും കൂടാരമടിച്ചു വസിക്കുന്ന നിത്യസാന്നിധ്യം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. നിത്യജീവൻ ഉണ്ടാകാനുള്ള ക്ഷണം അതാണ് വിശുദ്ധ കുർബാന. ദിവ്യകാരുണ്യനാഥനെ അറിയണമെങ്കിൽ നാം അവന്റെ അടുത്ത് പോകണം. നിശബ്ദതയിൽ സഖാരിക്ക് മുമ്പിൽ അവനെ ശ്രവിക്കുകയും കുദാശകളിലൂടെ അവനെ സമീപിക്കുകയും ചെയ്യണം. മരണത്തേക്കാൾ തണുത്തു തുടങ്ങുന്ന നമ്മുടെ സ്നേഹ സംസ്കാരത്തിൽ ദിവ്യകാരുണ്യത്തിന്റെ ഒരു കനൽ വീഴേണ്ടതുണ്ട്. സ്നേഹത്തിന്റെ ഒരു ശൈത്യകാലമാണിത്. അതിനാൽ വരുവൻ നമുക്ക് അവിടുത്തെ കുമ്പിട്ട് ആരാധിക്കാം. നമ്മുടെ ഹൃദയ ശൈത്യങ്ങളിലേക്ക് ക്രിസ്തു വർഷിച്ച അഗ്നിയാം ദിവ്യകാരുണ്യം വഹിക്കുന്ന ജീവിക്കുന്ന സഖാരികളായി മാറാം. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവന്റെ അപ്പമായ ദിവ്യകാരുണ്യേശോയെ, നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളിലേക്കും നിരാശപ്പെടുത്തുന്ന കുടുംബ പ്രശ്നങ്ങളിലേക്കും കോപം വാശി നീറുന്ന മനസ്സുകളിലേക്കും കൊടുങ്കാറ്റിനെ ശമിപ്പിച്ച അങ്ങ് കടന്നു വരണമേ. അഹങ്കാരം വെടിഞ്ഞ് പരസ്പരം തോറ്റുകൊടുത്ത് മറ്റുള്ളവരെ നേടാനും ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ആശ്വസിപ്പിക്കുവാനുമുള്ള വിശാല ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഓ ദിവ്യകാരുണ്യേശോയെ, അങ്ങല്ലാതെ എല്ലാവരോടും കരുണ കാണിക്കുന്ന മറ്റൊരു ദൈവമില്ല. ഈശോയെ, ഞങ്ങളുടെ മനസ്സ് പതറാതെ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. കർത്താവെ, കാലുകൾ ഇടരാതെ ഞങ്ങളെ വഴി നടത്തണമേ. ഓ ദിവ്യകാരുണ്യമേ, നിനക്ക് മാത്രമാണ് ഞങ്ങളെ നിന്നോട് ചേർത്ത് നിർത്തുവാനാവുകയുള്ളൂ. അതിനാൽ ഞങ്ങളെ അങ്ങേ തണൽ വിട്ടെങ്ങും പോകാൻ അനുവദിക്കരുതേ. എന്റെ കർത്താവെ, എന്റെ ദൈവമേ, അഹങ്കാരത്തിന് പകരം ആത്മബോധം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ മനസ്സിൽ അങ്ങയോടുള്ള ഭക്തി നിറഞ്ഞ് കവിയട്ടെ. അതുവഴി നന്ദിയാലും സ്നേഹത്താലും ഉരുകുന്ന മനസ്സ് കാഴ്ചയായി എന്ന് നിന്റെ മുന്നിൽ ഞങ്ങൾ സമർപ്പിക്കട്ടെ. ആമേൻ.